വളരെ ഒരു എന്താ പറയുക, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻഷി ബോക്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നല്ലൊരു മഴയൊക്കെ ഉള്ള ഒരു ദിവസമാണ്. കുറെ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളൊരു ഏകദേശം എനിക്ക് തോന്നുന്നു 3 ആഴ്ച എന്തോ ആയി നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു Q&A സെക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഒരു മെജോറിറ്റി ആൾക്കാരും കോമൺ ക്വസ്റ്റ്യൻസ് ആയാലും ചോദിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം നമ്മൾ വേറെ മറ്റു പല കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നതൊന്നും നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നോർമലി കോമൺലി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്യാം. നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുള്ള ആൻസറും അതുപോലെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നാണ് അതിനുള്ള ഒരു ടൈം കിട്ടിയത്. ഇപ്പൊ നിലവില് വീട്ടില് വളരെ കാഷ്വൽ ആയിട്ടുള്ള രീതിയിലായിരുന്നു തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം വേറൊന്നുമല്ല, എന്താ പറയാ, ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീട്ടിലിങ്ങനെ ഇരുന്ന് വളരെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഒരേപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. ഇപ്പൊ സുഖം വരും, സന്തോഷങ്ങൾ വരും, ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്കും ഭയങ്കര ഒരു നമ്മളും അല്ല ഞാനും വളരെ ഒരു എന്താ പറയുക, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് ആ ഒരു ടൈമിലൊന്നും ഞാൻ അങ്ങനെ ആരോടും ആ ഒരു ടൈമിലൊന്നല്ല, ഇപ്പോഴും ഞാൻ അങ്ങനെ അധികം ആരോടും ഒന്നും ഒത്തിരി അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേര്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ഇൻസ്റ്റാ ഫാമിലിയിലാണെങ്കിൽ കൂടുതൽ ഇൻസ്റ്റാ ഫാമിലിയിലാണ് നമ്മളിപ്പോ ഞാനിപ്പോ യൂട്യൂബായിട്ട് കുറച്ച് അകന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് അങ്ങനെ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും അതിനകത്ത് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിലായിരുന്നു കൂടുതലും എനിക്ക് വന്ന ചോദ്യങ്ങളെല്ലാം അതിനകത്ത് നിന്നായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്, ഇപ്പൊ എല്ലാവരും വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെന്താ, അപ്പൊ അതിന് മുമ്പ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ ഏകദേശം ഒരു 5-6 മാസത്തോളമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നു. കാരണം നേരത്തെ എടുത്തു വെച്ച വീഡിയോസ് ഒക്കെ ആയിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്ത് പകുതി ഭാഗം എഡിറ്റ് ചെയ്ത വീഡിയോകളൊക്കെ കുറെ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. അതൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത്. അതുപോലെ റിലീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതും എങ്ങോട്ടെങ്കിലും പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അപ്പൊ ഇങ്ങനെ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് ഫസ്റ്റ് ആ ഒരു വലിയൊരു സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ള ആൻസർ പറയാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ വലിയ സംഭവം ഉള്ള ഒരു ചാനലൊന്നുമല്ല, വളരെ കാഷ്വൽ ആയിട്ട് വളരെ സാധാരണക്കാരിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ചാനലിൽ വരുന്നത്. അതൊക്കെ കാണാൻ താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് കോമൺലി എനിക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ, നോർമലി ആൾക്കാർ എന്താ പറയാ, Q&A സെക്ഷൻ ചോദിക്കുമ്പോൾ ഇപ്പോഴും ചോദിക്കുന്നതാണ് വയസ്സ് എത്രയായി, അല്ലെങ്കിൽ എവിടെയാണ് വീട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ കുറച്ച് ലോങ് ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് ഫസ്റ്റ് തന്നെ എന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ഞാൻ പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഓൾറെഡി മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള സൗണ്ട്സ് ഒക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും ചെറിയ രീതിയിൽ. അപ്പൊ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാം. അപ്പം എന്റെ വീട് അടിമാലിയിലാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ട്, അവൾക്കിപ്പോ 2 വയസ്സ് കഴിഞ്ഞു. പിന്നെന്താ, എനിക്ക് 26 വയസ്സായിട്ടോ. ഇതൊക്കെ കോമൺലി എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതായത് ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കുന്ന മെയിൻ ഒരു ക്വസ്റ്റൻ എന്താന്ന് വെച്ചാല്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ടോ, എവിടെയാണ് പോണത്, എന്താണ് സബ്ജക്ട് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അതിന്റെയൊക്കെ ചെറിയ കുറച്ചൊക്കെ ഭാഗങ്ങളും എന്താ പറയാ, പേപ്പർ വാല്യുവേഷന്റെ ഒക്കെ എന്തോ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഒത്തിരി പേര് മെസ്സേജ് അയച്ചത്, എന്താണ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുകയാണോ എന്നുള്ള രീതിയിൽ. വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ അതെന്താന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ആ സമയത്ത് വന്നായിരുന്നു, ആ സ്റ്റോറി ഇട്ട സമയത്ത്. അപ്പം
ഇപ്പം ഞാൻ നിലവിൽ വർക്ക് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് കോളേജിലാണ്. അവിടെ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ അക്കൗണ്ടൻസിയും ആണ് പഠിക്കുന്നത്. ഞാൻ MCOM ആണ് കഴിഞ്ഞത്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പം അവർക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് പോയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് നോർമലി കോളേജിൽ ആ ഒരു ടൈമിൽ പോയിട്ട് വരണം. അപ്പൊ അതാണ് ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്നത്. അതിന് അധികം നാളും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അത് ഞാൻ വഴിയെ പറയാം. നിലവിൽ ഞാൻ സ്റ്റിൽ വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. ഒരു വർക്ക് ഫ്രം ഹോം നോക്കുന്നുണ്ട്. അതിപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്ക് ഫ്രം ഹോം അല്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഹസ്ബൻഡിന്റെ കമ്പനി തന്നെ അക്കൗണ്ടന്റ് ആയിട്ട് നമ്മളൊരു ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്താണ് അതിന്റെ. അപ്പൊ അത് മേ ബി അത് ചിലപ്പോൾ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ടീച്ചിങ് നിർത്തിയിട്ട് ഞാൻ അതിലേക്ക് കംപ്ലീറ്റ് മാറും. കാരണം അത് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുറച്ചുകൂടെ കൺവീനിയൻസ് എനിക്ക് അതായതുകൊണ്ട് ഞാൻ അതിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്, അത് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു കോളേജിലാണ്. അവിടെ സ്റ്റാറ്റിസ്റ്റിക്സും അക്കൗണ്ടൻസിയാണ് ഞാൻ പഠിപ്പിക്കുന്ന 2 സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ അധികം റിവീൽ ചെയ്യാത്ത ഒരു സംഭവമാണ്. ഞാൻ ക്ലാസിക്കൽ ഡാൻസ്, അത് വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. ഞാനൊരു ഏകദേശം ഒരു 13 കൊല്ലത്തോളം ഡാൻസ് പഠിച്ച ഒരാളാണ്. സ്കൂൾ ടൈമിൽ 3ാം ക്ലാസ്സിലായിരുന്നു ഫസ്റ്റ് ഞാൻ കലോത്സവത്തിന് പോകുന്നത്. ക്ലാസ് നമ്മൾ നോർമലി സ്കൂളിൽ ചെന്ന് ചേരുമ്പോൾ 1ാം ക്ലാസ് തൊട്ട് അവിടെ ഡാൻസ് സാറ് വന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചേർന്ന് അങ്ങനെ പിന്നെ പിന്നെ നമ്മള് കംപ്ലീറ്റ്ലി ആ ഒരു കലോത്സവത്തിലേക്ക് മാറി. ഒരു 3, 4, 5, 6 ക്ലാസ്സുകളൊക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ തിരുവാതിരയിലേക്ക് മാറ്റി. അങ്ങനെ +2 വരെ തിരുവാതിരയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അതെല്ലാം കലോത്സവത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം പഠിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പം അതങ്ങനെ പിന്നെ ഡിഗ്രിക്ക് വന്നപ്പോൾ ഡിഗ്രിക്ക് ഞാൻ അധികം അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിന് എന്തെങ്കിലുമൊക്കെ സ്വന്തം പഠിപ്പിച്ചൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ PGക്ക് ആണെങ്കിലും ഒരു തവണ 1, 2 തവണ എന്തോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡാൻസുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു എനിക്ക്. എന്താ പറയാ, യാതൊരു ബന്ധമില്ലായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് നമുക്ക് അങ്ങനെ ഒരു വേദിയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പം കംപ്ലീറ്റ്ലി അത് നിർത്തിയേക്ക് വരുന്ന ഒരു 10 കൊല്ലം 11 കൊല്ലമൊക്കെ ആയിട്ട് ഞാൻ ആ ഒരു ഡാൻസിന്റെ കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന ഒരാളായിരുന്നു. ആ സമയത്താണ് ഇപ്പൊ എന്തായാലും വീട്ടിലിരിക്കുകയാണ്, വേറെ വർക്കിനോ കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോ ഓൾറെഡി എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന് പറയുന്നത് എന്റെ ജൂനിയർ ആയിട്ട് പഠിപ്പിച്ച ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കലോത്സവത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ അവള് കലാമണ്ഡലത്തിൽ പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്. അവിടെയാണ് ഞാൻ പഠിക്കാൻ പോണത്. അപ്പൊ അവളുടെ അടുത്ത് ചോദിച്ചപ്പോ പിന്നെ കുഞ്ഞുണ്ടെങ്കിലും അവൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ പറഞ്ഞു ഇതുവരെ മാറ്റിയിട്ടില്ല എന്റെ അടുത്ത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പൊ കുഴപ്പമില്ലാതെ അവൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഓൺലൈൻ വഴി ചെയ്യുന്നൊക്കെ ചെയ്ത് നമുക്ക് പഠിക്കാന്ന് അവള് എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തു. അപ്പൊ പിന്നെ ആ ഒരു വിശ്വാസമായി. അങ്ങനെ ആഴ്ചയിൽ 1 വീക്ക് ഒരു തവണയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വീക്ക്ലി 1 ടൈം നമുക്ക് ഉണ്ടാവും ഡാൻസ് ക്ലാസ് ഉള്ളത്. 2-2.5 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ചേർന്ന ഉടനെയാണ് നമുക്ക് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം വന്നത്. അതിന്റെ വീഡിയോയുടെ ചെറിയൊരു പാർട്ടൊക്കെ ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഫുൾ വീഡിയോ ഒന്നും എടുക്കാനും ആയിട്ടുണ്ടായിരുന്നില്ല, പറ്റിയില്ല. ഒരു വർക്കിന്റെ ടൈമിലായതുകൊണ്ട് ചേട്ടനായാലും ഉണ്ടായിരുന്നില്ല. അപ്പം അതാണ് ഒരു 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ചെയ്ത ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. തട്ടടവ്, നാട്ടടവ്, ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നവരാണെങ്കിൽ തട്ടടവ്, നാട്ടടവ്, പഞ്ചജാതി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പം അരങ്ങേറ്റമാണ് ഉദ്ദേശിക്കുന്നത് ഗുരുവായൂർ വെച്ചിട്ട്. അപ്പൊ അതിന്റെ അപ്ഡേഷനൊക്കെ വയ്യ പറയാം. അപ്പൊ അത് സ്റ്റിൽ ഞാനിപ്പോ ഡാൻസും പഠിക്കുന്നുണ്ട്. കുറച്ച് നാളായിട്ട് പോകുന്നില്ല. അതിനൊരു റീസൺ ഉണ്ട്, അതുകൊണ്ട് പോകുന്നില്ല. പഠിക്കുന്നുണ്ട്, ഡാൻസ് പഠിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ കോളേജിൽ പഠിപ്പിക്കാനും പോകുന്നുണ്ട്. അതാണ് എന്റെ നിലവിലത്തെ ഒരു ജോബ് അപ്ഡേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു അപ്ഡേഷൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതായിരുന്നു കൂടുതലും പേര് എന്താണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു കൂടുതലും വന്ന ക്വസ്റ്റ്യൻസ്. അതായിരുന്നു. പിന്നെന്താ, സത്യം പറഞ്ഞാൽ അത് എനിക്ക് വന്ന ക്വസ്റ്റ്യൻ ഞാൻ ഒരു 3-4 ആഴ്ച എന്തോ ആയി ആ ഒരു Q&A സെക്ഷൻ ഞാൻ ഇട്ടിട്ട്. അപ്പൊ അന്ന് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫോണിലെ മെമ്മറി ഫുള്ളായി കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ്ലി മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതാണ് ക്വസ്റ്റ്യൻസ് സത്യം പറഞ്ഞ് ഓർക്കുന്നില്ല. ഞാൻ അന്ന് വാങ്ങിച്ച ഒരു ഓർമ്മയിലാണ് സംസാരിച്ചത് മുഴുവൻ.
അപ്പൊ അത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി ഒത്തിരി പേര് ചോദിച്ചൊരു വേറൊരു ചോദ്യമാണ് അമ്മയ്ക്ക് എന്താ പറ്റിയെന്നുള്ളത്. ഞാൻ ഇത് തൊട്ട് മുന്നേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് എന്താണ് അമ്മയ്ക്ക് പറ്റിയെന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതം മാറി മറിഞ്ഞ ഒരു ദിവസം എന്ന് പറയുന്നത് മാർച്ച് 19 ആയിരുന്നു കേട്ടോ. മാർച്ച് 19 രാവിലെ അച്ഛന് രാവിലെ ഇപ്പൊ പാറു ഒരു 4 മണിയായ ആ ഒരു വെളുപ്പിനെ ടൈം എഴുന്നേറ്റ് കിടപ്പുണ്ട്. അപ്പൊ ഒരു 5:30 ആയപ്പോ ആൾക്ക് വിശന്നിട്ട് പാലുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പം അവൾക്ക് ഹോർലിക്സ് ചായ ആണ് കേട്ടോ കൊടുക്കാറ് കൂടുതലും. അപ്പൊ അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് എഴുന്നേറ്റ് വാതില് ചാരി ഇടുകയാണ്. അപ്പൊ ഞങ്ങള് താഴെ കിടക്കുകയാണ്, ചേട്ടൻ മേളിലുണ്ട്. അപ്പം ഞാൻ രാവിലെ വെളുപ്പിനെ തുറന്ന് അടുക്കളയിലേക്ക് പോകാൻ നേരത്തെ മുമ്പോസത്തെ വാതില് തുറന്ന് കിടപ്പുണ്ട്. അപ്പൊ അച്ഛൻ അവിടെ നിപ്പുണ്ട്. അച്ഛൻ ഇങ്ങനെ ചങ്കിൽ ഇങ്ങനെ തിരിഞ്ഞിക്കൊണ്ട് ഇങ്ങനെ നിപ്പുണ്ട്. അപ്പം നോർമലി അച്ഛൻ എഴുന്നേക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 7:30 ആണ്. 7:30 ആവാതെ അച്ഛൻ എന്തായാലും എഴുന്നേക്കില്ല. അപ്പൊ 5:30 ആയിട്ട് അച്ഛൻ പുറത്തിറങ്ങി നിപ്പുണ്ട്, ചങ്കൊക്കെ തിരിഞ്ഞിക്കൊണ്ട്. അപ്പൊ ഞാൻ വന്നിട്ട് അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ തിരിഞ്ഞിക്കൊണ്ട് അവിടെ നിപ്പുണ്ടല്ലോ, എന്താന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു രാവിലെ കുറച്ചു നേരമായി ഗ്യാസ് കയറിയതാന്നും പറഞ്ഞുകൊണ്ട് ചങ്ക് തിരിഞ്ഞിക്കൊണ്ട് നടക്കണ്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാനത് ഓക്കെ, അപ്പൊ കുറച്ചു നേരം ആയല്ലോ. അപ്പൊ ഓൾറെഡി അച്ഛൻ അങ്ങനെ ഒരു ഗ്യാസ് ട്രബിളിന്റെ ഒരു പ്രശ്നം ഇഷ്യൂസ് ഒക്കെ നേരത്തെ തൊട്ടുള്ള ഒരാളാണ്. അതിനുള്ള മരുന്ന് ചുമ്മാ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ ബോട്ടിലിൽ നമുക്ക് കിട്ടൂല ഗ്യാസിന്റെ മരുന്ന്, അതുപോലെ കഴിക്കുന്ന ഒരാളാണ്. അതുപോലെ കഴിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളത് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെ വീണ്ടും ഇവിടെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞ് കൊച്ചു എഴുന്നേറ്റ് വന്നു. അവള് തലേദിവസം നേരത്തെ ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ്. അല്ലെങ്കിൽ ആ ടൈമിൽ ഞങ്ങൾ ആരും എഴുന്നേക്കുന്ന സമയമല്ല. ഒരു 6:30 ആവാതെ ഞാൻ എന്തായാലും എഴുന്നേറ്റില്ല, അമ്മ എഴുന്നേക്കാറില്ല. അപ്പം വീണ്ടും ഞാൻ വന്നിട്ട് അച്ഛനോട് ചോദിച്ചു. അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛനും പറഞ്ഞു കുറച്ചു നേരമായി ഗ്യാസ് കയറിയതാന്ന് തോന്നുന്നു പറഞ്ഞിട്ട് ചങ്കൊക്കെ തടവി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു പന്തികേട്, നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിന്ത വേറെ സ്ഥലത്തേക്ക് പോകുമല്ലോ. മനുഷ്യനായാൽ അങ്ങനെയാണല്ലോ, ഫസ്റ്റ് നെഗറ്റീവ് ആയിരിക്കുമല്ലോ മനസ്സിൽ വരിക. അപ്പൊ ഇനി എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു കുറച്ചു നേരം ആയല്ലോ, എന്താണെന്ന് എഴുന്നേറ്റ് പോയി ചോദിക്കാൻ പറ്റില്ല. അമ്മ അവിടെ കണ്ണും തുറന്ന് ചുമ്മാ കട്ടിലെ കിടപ്പുണ്ട് കേട്ടോ. അച്ഛൻ പുറത്താണ്. അപ്പൊ വെള്ളം കുടിക്കുന്നുണ്ട്, ഈ മരുന്ന് കഴിക്കുന്നുണ്ട് ഗ്യാസിന്റെ. അതുപോലെ പുറത്തേക്കണം മുറ്റത്തേക്കണം നടക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കുറയുന്നില്ല എന്ന് പറഞ്ഞാൽ ചങ്കിനൊക്കെ ഇങ്ങനെ ഇടിച്ച് തിരുമിക്കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എന്നാണ് നോക്ക്, കുറച്ചു നേരം ആയല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ അമ്മ എഴുന്നേറ്റ് വന്നു. ചോദിക്കുമ്പോഴൊക്കെ ഗ്യാസ് കയറിയതാണെന്നാണ് പറയുന്നത്. നമുക്ക് ആർക്കും വേറൊരു ഐഡിയ ഇല്ല അതിനെപ്പറ്റി. ഞാൻ എന്തായാലും കുറച്ചു നേരമായി, ഒരു മണിക്കൂർ എന്തോ കഴിയും. അന്നേരമാണ് ഞാൻ ഷൈൻ പോയി മേളിൽ പോയി വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ചങ്കം തിരിഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് പോയി ചോദിച്ചു നോക്കി, അല്ലെങ്കിൽ ഞാൻ ആശുപത്രി പോയിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് മാറിക്കോളും, കുറച്ചു നേരമായി ഇപ്പൊ മാറിക്കോളും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. എന്നാൽ തലേ ദിവസം പൈനാപ്പിൾ ജ്യൂസ് എന്തോ കുടിച്ചു, അപ്പൊ അതിന്റെ ആയിരിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ കൊച്ചു എഴുന്നേറ്റ് വരുന്നു, കൊച്ചി ഷർട്ട് കൊണ്ട് കൊടുക്കുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു പറഞ്ഞിട്ട് ആശുപത്രി ഡോക്ടറെ കാണാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ച് ഷർട്ടൊക്കെ എടുത്ത് പോയിട്ട് കൊടുക്കുക കയ്യില്. അങ്ങനെ കുറെ നേരം ഒരു അരമണിക്കൂറോട് നിർബന്ധിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി പോയത്. ഇവർ രണ്ടുപേരും കൂടി ഇവിടെ അടിമാലി ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി അവിടുത്തെ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടറിനെ കണ്ടു. അവർ പോയി ECG എടുത്തപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, കുഴപ്പമില്ല, ഗ്യാസിന്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോട്ടിൽ ഗ്യാസിന്റെ മരുന്നും ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് തിരിച്ചു വിടുന്നു. അപ്പൊ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൂളായി, ഒരു കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞല്ലോ ഗ്യാസിന്റെ ആണ്, മരുന്നും കൊടുത്തു വിട്ടു. അപ്പൊ ചെറിയൊരു ആശ്വാസം ഉണ്ടെന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മളെ വിട്ടു. അന്നത്തെ ദിവസം എനിക്ക് ക്ലാസ് ഉണ്ട്. ഞാൻ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് റെഡിയായി ക്ലാസ്സിലേക്ക് പോയി. അപ്പൊ അച്ഛൻ അന്ന് ഇടുക്കിക്ക് പോകേണ്ട ദിവസമാണ്. അച്ഛൻ ആർടി ഓഫീസിൽ പോകുന്ന ആളാണ്. അപ്പൊ അന്ന് ഇടുക്കിക്ക് പോകേണ്ട ദിവസമാണ്. അപ്പൊ അമ്മ അച്ഛനോട് പറഞ്ഞു ഇന്നിപ്പോ രാവിലെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായതല്ലേ, വേണമെങ്കിൽ പോകണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ എന്ന് ബിനീഷിനെ കൊണ്ടുപോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടുപോ, വണ്ടി ഓടിക്കാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നാലും പറഞ്ഞു ഞാൻ വരാൻ, വേണമെങ്കിൽ അച്ഛന് ബുദ്ധിമുട്ട് ഓടിക്കാൻ വേണമെങ്കിൽ കൂട്ടിനായിട്ട് ഞാനും കൂടി വരാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പൊ അച്ഛനൊക്കെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ വിളിച്ചേക്കാന്ന് പറഞ്ഞിട്ട് പോയി. ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി, ഞാൻ കോളേജിൽ പോയി, അച്ഛൻ ഓഫീസിലേക്ക് പോയി. ചോറൊക്കെ ആയിട്ടാണ് പോയത് ഇടുക്കി പോകാൻ വേണ്ടിയിട്ട്. അമ്മ വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ എന്നെ ഒരു 11 മണി ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ വിളിച്ചിട്ടുണ്ട് ഇടുക്കിക്ക് പോകാൻ, ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് എനിക്കൊരു 12:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, ഉച്ച വരെ സ്പെഷ്യൽ ക്ലാസ്സിന്റെ സമയം നടക്കുക. അപ്പം 12:30 ആയപ്പോൾ ഞാൻ സ്കൂട്ടിക്കാണ് വരുന്നത്. പോകുന്ന വഴിക്ക് ഇവരുടെ അച്ഛന്റെ കാർ അവിടെ കിടപ്പുണ്ട്. ഇടുക്കിക്ക് 11:30 പോയി എന്ന് പറഞ്ഞാല് 12:30 ആയിട്ടും പോയിട്ടില്ലല്ലോ, അപ്പം അതെന്താണെന്നുള്ള രീതിയിൽ ഞാൻ വണ്ടിയിൽ നമ്മുടെ കാറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ഇവരെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലാണ്, നീ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. നമ്മുടെ ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെയാണ് നീ അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു.
എന്നിട്ട് ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അച്ഛനും അച്ഛൻ്റെ അനിയനും ചേട്ടനും ഡോക്ടറിന്റെ അടുത്തുണ്ട്. ഇവർ ECG എടുത്തു, ഫുൾ എന്തൊക്കെയോ ബ്ലഡ് ടെസ്റ്റുകളോ കാര്യങ്ങളൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞു. അപ്പം ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു ഡോക്ടർ. അപ്പൊ അച്ഛൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി, എന്റെ കോള് വരുമോ എന്തോ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഞാനും ചേട്ടനും മാത്രമേ ഡോക്ടറിന്റെ അടുത്ത് നിൽക്കുന്നുള്ളൂ. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, വെച്ചോണ്ടിരിക്കരുത്, ഇന്ന് തന്നെ ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടോ, ഇപ്പൊ തന്നെ താഴത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല, ഇവർക്ക് അറിയത്തില്ല, ഞങ്ങളോട് പറഞ്ഞില്ല. അപ്പത്തേനും നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും വിട്ടുപോയി. നമുക്ക് ആകെ പേടിയായി, നമുക്ക് സംശയം തോന്നി അറ്റാക്കിന്റെ ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു. ആണോന്ന് ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഡോക്ടർ പറഞ്ഞു ഗ്യാസിന്റെ ആണെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് പറഞ്ഞു ഇപ്പോഴും വേരിയേഷൻ ഉണ്ട്, താഴത്തേക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. നമ്മുടെ ഒരു അടിമാലിക്കാരുടെ പ്രശ്നം എന്ന് വിചാരിച്ചാൽ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ടെൻഷനാണ്. ഒരു 60 കിലോമീറ്റർ ചെന്നാലേ നല്ലൊരു ഹോസ്പിറ്റൽ എന്ന് പറയാൻ ഉള്ളൂ കോതമംഗലത്ത്, അല്ലെങ്കിൽ കൊടുപുഴയ്ക്ക് പോകണം. എന്തായാണേലും ഒരു 2-2.5 മണിക്കൂറിന്റെ ടൈം നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതുവരെ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ടെൻഷനാണ് നമ്മുടെ മനസ്സിൽ മുഴുവൻ. കാരണം അച്ഛൻ അപ്പോഴും ചങ്ങ് തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളിതെല്ലാം കേട്ടിട്ട് നേരെ ഓഫീസിലേക്ക് വന്നു. ഓഫീസിലേക്ക് വന്നിട്ട് നമുക്ക് ഓഫീസിൽ 2 സ്റ്റാഫ് കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പൊ അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് കരയാണ്. അപ്പം അച്ഛനും ഉണ്ടാക്കില്ലാതെയൊക്കെ ഇരിക്കുക. അച്ഛനും ആകെ ടെൻഷനായി തുടങ്ങി അന്നേരം. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു രാവിലെ വന്നപ്പോ തൊട്ടിങ്ങനെ ചങ്ക് തിരിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ ചങ്ക് തിരിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ്, ഉണ്ടെന്നില്ലാന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം പുറത്തിറങ്ങി എന്നിട്ട് ഞാൻ ഭയങ്കര കരച്ചിലാണ്. അപ്പൊ ഞാനും കാണുന്നുണ്ട്. അപ്പൊ നീ പേടിക്കണ്ട, നമുക്ക് മാക്സിമം നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്കങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ അച്ഛന്റെ മുമ്പിൽ വെച്ച് ഞാൻ അത് കാണിച്ചില്ല എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. വീട്ടിൽ വന്നപ്പോ ഏകദേശം ഒരു 12:15 എന്തോ ആയി. അപ്പൊ ഡോക്ടർ നമുക്കൊരു ECGയുടെ ഒരു ലെറ്റർ എഴുതി തന്നിട്ടുണ്ട്. ചെസ്റ്റ് പെയിൻ ഉണ്ട്, വേണ്ടത് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു ലെറ്റർ പാഡിൽ എഴുതി തന്നിട്ടുണ്ട്. പെട്ടെന്ന് എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും കയറ്റേണ്ട വന്നാൽ ഡോക്ടേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്ന് നമ്മൾ കുറെ സാധനങ്ങളൊക്കെ വാരി കിട്ടിയൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ അതെല്ലാം ആയിട്ട് നമ്മളൊരു 1 മണിയായിട്ട് ഇവിടുന്ന് ഇറങ്ങി. കാരിത്താസ് ആണ് നമ്മുടെ ഓപ്ഷൻ. കാരണം അവിടെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. പോണ വഴിക്ക് അച്ഛൻ വേറെ ബുദ്ധിമുട്ടൊന്നോ കാണിച്ച് ഞാൻ വളരെ ചുരുക്കിയാണ് കഥ പറയുന്നത്. അപ്പൊ പോണ വഴിക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും കാണിച്ചില്ല. അച്ഛൻ ഉറങ്ങി കൂളായിട്ട് അവിടെ വരെ ചെന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് BP നോക്കുന്നുണ്ട്. രാവിലെ നോക്കിയപ്പോൾ BP കുറച്ച് കൂടുതലായിരുന്നു, 170 പിന്നെ ഇടയ്ക്ക് BP ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് താഴെ ഹോസ്പിറ്റലിൽ താഴെ എത്തിയപ്പോൾ രാവിലെ ഉച്ചയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാത്ത ആളായതുകൊണ്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമ്മള് കയറി ഭക്ഷണവും കഴിച്ച് നേരെ കാഷ്വാലിറ്റി ചെന്ന് അച്ഛൻ തന്നെ കൂളായിട്ട് നടന്ന് കാഷ്വാലിറ്റിയിലേക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് അവരൊരു 2 മണിക്കൂർ 2.5 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. നമ്മളെ അറിയിച്ചു 2 ബ്ലോക്ക് ഉണ്ട്, ഒരെണ്ണം 100%, ഒരെണ്ണം 99% ബ്ലോക്കാണ്. അപ്പൊ ഉടനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് നമ്മളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒരു രീതിയിലും പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്നത്. ഞാനും ചേട്ടനും കൊച്ചും അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെ കയറി ഡോക്ടർ വന്ന് കണ്ടു, ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ മാറ്റണം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഇപ്പത്തേനും അമ്മ ഫുള്ളി ഡൗൺ ആയി, കരയാൻ തുടങ്ങി. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാണ്. കാരണം അച്ഛൻ ഓൾറെഡി നല്ല ടെൻഷനുള്ള ആളാണ്, ഭയങ്കര ടെൻഷനുള്ള ആളാണ് അച്ഛൻ. അപ്പം ഡോക്ടറിന് ഭയങ്കര അത്ഭുതമായി പോയി. ഇത്രയും ബ്ലോക്ക് 100% ബ്ലോക്ക് ആയിട്ടുള്ള, അതിന് 2 ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്ക് ആയിട്ടുള്ള ഒരാള് എങ്ങനെ ഇവിടം വരെ എത്തി, അല്ലെങ്കിൽ ആംബുലൻസിലാണോ വന്നതെന്നാണ് നമ്മളോട് ആദ്യം ചോദിച്ചത്. ഇങ്ങനെ സ്വന്തം കാറിൽ നമ്മൾ എങ്ങനെ ഇത്രയും സേഫ് ആയിട്ട് ഇവിടെ എത്തിയെന്നുള്ളത് ഡോക്ടറിന് ഭയങ്കര ഡൗട്ടായി പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 8 മണിയോട് കൂടി അച്ഛനെ ഓപ്പറേഷൻ കെട്ടാനുള്ള കംപ്ലീറ്റ് സജ്ജീകരണങ്ങളും റെഡിയായി. എല്ലാ ഡ്രസ്സും എല്ലാം മാറ്റി അവർ തന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് നേരെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു. ഒരു 8:45 ആയപ്പോഴും അച്ഛനെ പുറത്തിറക്കി നേരെ ICUലേക്ക് മാറ്റി. അപ്പൊ പുറത്തിറക്കുന്ന സമയത്ത് ചെറിയൊരു സഡേഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ട കാര്യങ്ങളൊന്നും അച്ഛൻ ഓർമ്മയില്ലെന്ന് പിന്നീട് പറഞ്ഞു. പക്ഷെ ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിൽ എന്ന് വെച്ചാൽ ഞങ്ങളെ കണ്ടതും കൊച്ചു ഇങ്ങനെ അച്ചാച്ചൻ എന്താ പറ്റി, അച്ചാച്ചന് ചോര വന്നു ചേച്ചി അവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അച്ഛന് ഭയങ്കര സങ്കടമായി പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഡോക്ടർ ഒരു റൂമിലേക്ക് വിളിച്ചു. നമ്മുടെ ബ്ലോക്ക് ഒക്കെ കാണിച്ചു തന്നു. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഞരമ്പിലായിരുന്നു, അല്ലെങ്കിൽ രക്തധമനിയിലായിരുന്നു ബ്ലോക്ക് വന്നിരുന്നത്. ഒരു തുള്ളി ബ്ലഡ് പോലും അതിന്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. 100% ബ്ലോക്ക് ആയിരുന്നു. അതിന്റെ ആയിരുന്നു സെന്റർ പോർഷനിൽ പറ്റിക്കൊണ്ടിരുന്ന നല്ല വേദന. അതും ഡോക്ടർ പറഞ്ഞ നല്ല അസഹനീയമായ വേദനയായിരിക്കും, അച്ഛനെ പുറത്ത് കാണിക്കാത്തതായിരിക്കും എന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. അച്ഛൻ കാണിച്ചില്ല എന്തായാലും, അതുകൊണ്ട്
അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ വരെ എത്തിയത്. അച്ഛൻ പാനിക്കായി പോയാൽ നമ്മൾ ഓൾറെഡി ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പം ഡോക്ടർ കാണിച്ചു തന്നു, ഒരു CD കാണിച്ചു തന്നു. അപ്പൊ 2 സ്റ്റെന്റ് ഇട്ടു, 2 സ്റ്റെന്റ് ഇട്ടു. ഈ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പൊ അച്ഛൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ വേറെ ഷുഗറോ BPയോ വേറെ ഒന്നും ഇല്ലായിരുന്ന ആളാണ്. ഒരു മരുന്ന് കഴിക്കാൻ ഈ ഒരു അച്ഛൻ 65 വയസ്സായി. അതിന്റെ ഇടയ്ക്ക് അങ്ങനെ വേറെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാൽസ്യം കൂടി പോയിട്ടാണ് ബ്ലോക്ക് ആയത്, അല്ലാതെ കൊളസ്ട്രോളിന്റെ പ്രശ്നമോ ആയിരുന്നില്ല. അച്ഛന്റെ ഭക്ഷണ രീതിയും വേറെ അങ്ങനെയാണ്. അപ്പം കാൽസ്യം കൂടി പോയതിന്റെ ആയിരുന്നു ബ്ലോക്ക് ആയത്. അപ്പം ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഞങ്ങൾക്കൊരു വലിയൊരു ഇഷ്യൂ, ഒരു ഷോക്കായി പോയി. ആ ഒരു സംഭവം നടന്നതിനേക്കാളും കൂടുതൽ അച്ഛൻ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി എന്നുള്ളതാണ്. അച്ഛൻ ഭയങ്കര സങ്കടമാണ്, എനിക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ കിടന്നു പോകുന്നുള്ളതാണ്. എന്ത് പറ്റിയാലും വേണ്ടില്ല, കിടന്നു പോകുന്നൊരു ആഗ്രഹത്തിൽ നിൽക്കുക. അങ്ങനെ ഒരുപാട് ഞാനും ചേട്ടനും കൂടി കൊച്ചു നല്ല രീതിയിൽ അതിനകത്തൊരു പങ്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഒരാഴ്ചയും കൊണ്ട് ഞങ്ങൾ ആ ഒരു ഡിപ്രഷനിൽ നിന്ന് മാറ്റിയെടുത്തത്. നമുക്കുള്ളിൻ്റെ ഭയങ്കര വിഷമമുണ്ട്, നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ഓൾറെഡി ഷുഗർ പേഷ്യന്റ് ആണ്, അതുപോലെ ക്രിയാറ്റിനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ആ ഒരു അച്ഛന്റെ സ്റ്റേജ് വന്നപ്പോൾ അമ്മ ഓൾറെഡി ഡൗൺ ആണ്. അപ്പൊ നമുക്ക് ഇവര് രണ്ടുപേരെയും നേരെ കൊണ്ടുവരാനുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. വേറെ ആരോ നമുക്ക് സഹായിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഞാനും ചേട്ടനും കൊച്ചും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ നിൽക്കാനാണെങ്കിലൊക്കെ. അപ്പൊ നമ്മൾ 3 ദിവസം അവിടെ കിടന്നുള്ളൂ. അവിടെ കിടന്ന് ഒക്കെ ആയിട്ട് തിരിച്ചു പോന്നു. ഇപ്പൊ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എങ്കിലും എല്ലാവർക്കും ഇത് കോമൺ ആണ്. ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന വലിയ സംഭവമൊന്നുമല്ല ഇപ്പൊ ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് വരുമ്പോൾ നമുക്കതൊരു വലിയ സംഭവം തന്നെയാണ്. അതെന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ ഒരു സംഭവം എന്നുള്ളത്. എന്റെ ജീവിതത്തിൽ എനിക്ക് 26 വയസ്സിന്റെ ഇടയ്ക്ക് ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതുപോലെ അതായിരുന്നു ഫസ്റ്റ് ലൈഫിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് വന്നിരുന്ന ഒരു ഇൻസിഡന്റ്. അത് മാർച്ച് 19-ാം തീയതി ആയിരുന്നു. അങ്ങനെ 15 ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു അച്ഛന്. ഒരുപാട് പേര് കാണാനും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സ്വന്തക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അയൽവക്കക്കാരാണെങ്കിലും ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ആരൊക്കെ നമ്മുടെ കൂടെ നമ്മളെ അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സഹായത്തിന് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് അന്വേഷിക്കാൻ ഓക്കെ ആയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കാൻ എത്ര പേരുണ്ടാവും എന്ന് നമ്മൾ അന്ന് മനസ്സിലാക്കി. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് ആ ഒരു റെസ്പോണ്ട് നമുക്ക് കിട്ടിയത്. അത് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ കാണില്ല, അല്ലെങ്കിൽ ആ ഒരു മുരടനാണ്, അല്ലെങ്കിൽ പുള്ളി അങ്ങനെയൊന്നും ചോദിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഇമാജിൻ ചെയ്ത് വെച്ച ആൾക്കാരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിളിച്ചതും അന്വേഷിച്ചതും നമുക്ക് ഒരു എന്താ പറയാ സപ്പോർട്ടായിട്ട് കൂടെ നിന്നതും.